ട്രിപ്പിൾ ഓം ശാന്തി. പാപം തീരണം, പുണ്യം ശേഖരിക്കണം. സത്യമാണല്ലോ. അപ്പൊ നമുക്ക് വിവിധ ധർമ്മങ്ങളിൽ നോക്കിയാലും ശരി, നമ്മുടെ ധർമ്മത്തിൽ തന്നെ ഭക്തരില് ചെയ്തുകൊണ്ടിരിക്കുന്ന പാപമാണ് കഴുത്തറക്കല്. കോഴി, ആട്, പോത്ത്, പന്നി, അങ്ങനെ തുടങ്ങി പല ജീവികളുടെയും കഴുത്തറുത്ത് കൊല്ലലും അതിന്റെ ഇറച്ചി കഴിക്കലും. കൊന്ന പാപം തിന്നാ തീരും. കൊന്ന പാപം തിന്നു തീരും. എന്താ? കൊന്ന പാപം തിന്നാ തീരുന്നു, കൊന്ന പാപം തിന്നു തീരുന്നു. രണ്ട് അനോട്ട് ഇതുണ്ടായിരുന്നു, കർമ്മം അതിനെ പറ്റി എഴുതിയിട്ടുണ്ട്. കൊന്ന പാപം തിന്നാ തീരുന്ന എഴുതി വെച്ചിട്ടുള്ള ഏതിലാണ്? ഖുർആനിലായിരിക്കണം. ബലി കൊടുക്കേണ്ട കാര്യങ്ങൾ ബലി കൊടുക്കണം. മേ 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 എന്ന് പറയുന്ന ജീവിയെ ബലി കൊടുക്കണം. മേ മേ ആടിനെ ബലി കൊടുക്കണം. നോക്കണം, ആടിനാണോ ബലി കൊടുക്കേണ്ടത്? മേ 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 ഞാൻ 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 എന്ന് പറയുന്ന ജീവിയെ ബലി കൊടുക്കണം. ഇപ്പോ ഏറ്റവും കൂടുതൽ ഞാൻ 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 എന്ന് പറയുന്നത്, മേ 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 എന്ന് പറയുന്നത് ആടാണ്. അപ്പൊ അതിന് ബലി കൊടുക്കണം. കേൾക്കുന്നുണ്ട്? എരുന്തേന്ന് വെക്കാണ്. അത് സത്യം പറഞ്ഞാൽ ഒരു ഉപദ്രവമില്ലാതെ കടലിന്റെ അടിയിൽ കിടക്കായിരുന്നു ഒരു പുറന്തോടൊക്കെ ഉള്ള ജീവി. അതിനങ്ങനെ ഇങ്ങനെയൊന്നും അതിനെ ഉപദ്രവിക്കാനും പറ്റില്ല. ഇനി അതിനെ കൊല്ലണം എന്നുണ്ടെങ്കിൽ അതിപ്പോഴും വിൽക്കുകയാണെങ്കിലും അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് ജീവൻ ഉണ്ടാവും. ജീവനോടൊക്കെ വാങ്ങിക്കുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ അതാണ് എരുന്ത്, കടുക്ക. അതതിന്റെ പുറന്തോടിന്റെ ഉള്ളില് അത് അടച്ചു വെച്ച് മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ അതിന്റെ ഉള്ളില് ഒരു പൊടി ഓക്സിജൻ പോലും ഇല്ല. അത് എത്ര സമയം ജീവിക്കും? അതിനെ പുഴുങ്ങിയാൽ മാത്രമാണ് അത് ചാവുക. നേരെ മറിച്ച് ബാക്കിയുള്ളതിനെയൊക്കെ നമ്മൾ കൊണ്ടുവരണം. നമ്മളെന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാനില്ല, എന്നാലും എൻ്റെ വീട്ടിലുള്ളവരൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ കാണുന്നുണ്ടല്ലോ. കോഴിയാണെങ്കിലും ആടാണെങ്കിലും എന്താണോ അവർക്ക് വേണ്ടത് അവർ വിളിച്ചു പറയും. നേരെ ആരാണോ അതിന്റെ ആൾക്കാർ വെച്ചാൽ പോയി കൊണ്ടുവരും. ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, നിറയെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറേ തെറ്റുകൾ പറ്റി എന്ന് പറഞ്ഞില്ല. അപ്പൊ അതിലൊരു വലിയ തെറ്റാണത്. കാരണം ബ്രഹ്മകുമാരീസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയുകയും ചെയ്യാം. 5000 വർഷത്തെ ഡ്രാമ അറിയുകയും ചെയ്യാം. എന്നിട്ടും ഞാൻ അതിന് വേണ്ട രീതിയിൽ ചെയ്തില്ല. അപ്പോ എന്താ വെച്ചാൽ എനിക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ പ്രകാരം കുടുംബത്തിലിരിക്കും. ബാബ പറയണ്ടല്ലോ, കുടുംബത്തിലിരിക്കും. കുടുംബത്തിലുള്ളവരുടെ സന്തോഷം. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് ലാസ്റ്റിലേക്ക് എത്തിയതാണ്. എന്താ വെച്ചാൽ അവരുടെ ഒരു സന്തോഷം ചിക്കൻ കഴിക്കുന്നതാണ്. ആയിക്കോട്ടെ, വാങ്ങിക്കൊണ്ടു കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ കഴിക്കാറില്ല ഫസ്റ്റില്. പിന്നെ അവരുടെ ഒരു സന്തോഷം മത്സ്യം കഴിക്കുന്നു, ആയിക്കോട്ടെ, വാങ്ങിക്കൊണ്ടു കൊടുക്കാറുണ്ട്. അവിടെയാണ് ഏറ്റവും മിസ്റ്റേക്ക്. നമ്മൾ ചില കർമ്മങ്ങൾ ചെറുതായി ചെയ്യുമ്പോൾ പോലും പിന്നെ അതിൽ പെട്ടുപോകും. അതൊന്നും ഞാൻ കഴിക്കാറില്ലെങ്കിലും വാങ്ങിക്കൊണ്ടേ കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കർമ്മത്തിന്റെ ആധാരത്തിലാണ്, ആ കർമ്മത്തിന്റെ ആധാരത്തിൽ പിന്നെ പതുക്കെ കഴിക്കാൻ തുടങ്ങി. കഴിക്കാൻ തന്നെ ചെറുതായിട്ടൊന്നല്ല, നന്നായി കഴിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾക്ക് കിട്ടിയ പണത്തിന്റെ ആധാരത്തിൽ, നമ്മുടെ വരുമാന മാർഗത്തിന്റെ ആധാരത്തിൽ ഞാൻ തന്നെ ഇത് വാങ്ങിക്കാനും തുടങ്ങി. വാങ്ങിക്കുക, കഴിക്കുക, കൊണ്ടുവരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ലാസ്റ്റ് എത്തുമ്പോൾ കണ്ടോ, അപ്പൊ കർമ്മം തന്നെ ഏറ്റവും മോശത്തിലേക്ക് പോയി. എന്റെ കർമ്മം ഭാവി കിട്ടിയതിന്റെ ശേഷം ബാബാന്ന് വിളിച്ച് വീട്ടില് ഒരു റൂമില്
മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങിയതിന്റെ ശേഷം ഞാൻ ചെയ്ത പാപത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് പാപമാണെന്ന് വേൾഡ് അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. ആരാ അംഗീകരിക്കുന്നു? അമേരിക്ക അംഗീകരിക്കുന്നുണ്ടോ? ലണ്ടൻ അംഗീകരിക്കുന്നുണ്ടോ? നമ്മുടെ ഭരണഘടന അംഗീകരിക്കുന്നുണ്ടോ? ഒരാൾ അംഗീകരിക്കുന്നില്ല. മാത്രമല്ല അത് പാപമാണെന്ന്, അതിന്റെ പാപത്തിന്റെ കർമ്മത്തിന്റെ ഫലം പല വിധത്തില് കിട്ടിക്കൊണ്ടേയിരിക്കും എന്നുള്ളത് ഒരാൾ അംഗീകരിക്കുന്നില്ല. ഭരണഘടന അംഗീകരിക്കുന്നേ ഇല്ല. നമ്മുടെ ഒരു രാജ്യത്തിന്റെ ഒരു ഭരണഘടന അത് അംഗീകരിക്കുന്നില്ല. പക്ഷെ ഭൂട്ടാൻ, ഞാൻ ഇപ്പൊ ഭൂട്ടാനെ പറ്റി കേട്ടപ്പോ അവിടെ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഭൂട്ടാന്റെ ചെറിയൊരു വീഡിയോ കണ്ടപ്പോഴും അവിടെ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് ഒരു മൃഗത്തിന് കശാപ്പ് ചെയ്യാനേ പാടില്ല. അതിന്റെ ആധാരത്തിൽ അവിടെ ഇതൊന്നുമില്ല, കശാപ്പ് ശാലകളൊന്നും ഇല്ല എന്നാണ് ഒരു വീഡിയോയിൽ അറിയാൻ പറ്റിയിട്ട്. എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല, പോയി കണ്ടിട്ടില്ലല്ലോ. പക്ഷെ ഭാരതത്തിൽ ഇന്നും ഭൂട്ടാനെ സംരക്ഷിക്കുന്നുണ്ട്. ഭൂട്ടാന്റെ വിദേശകാര്യ മന്ത്രാലയം പോലും ഭാരതത്തിൽ ഡൽഹിയിലാണെന്നാണ് അറിയാൻ പറ്റിയത്, വീഡിയോ കണ്ടതിന്റെ ആധാരത്തിൽ. ഇത്രത്തോളം സത്യമാണെന്നറിയില്ല. ഈ യൂട്യൂബിൽ കാണുന്ന മുഴുവൻ വീഡിയോയും ഒന്നും സത്യമായിക്കൊള്ളുന്നില്ല. ആന എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ചേനാന്നൊക്കെ ആയിരിക്കും കാര്യങ്ങളുണ്ടാവും. പല കാര്യങ്ങളുടെ നിജസ്ഥിതി എന്ന് പറഞ്ഞാൽ നേരിട്ട് പോയി മനസ്സിലാക്കിയാൽ തന്നെ മനസ്സിലാവുള്ളൂ. ഇപ്പോ യൂട്യൂബില് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഓരോന്ന് പറയും. ഇപ്പൊ വാർത്തകളിൽ പലതും പറയും, മുഴുവൻ സത്യമൊന്നും ആവില്ല. അയ്യോ, മുഴുവൻ പച്ച സത്യങ്ങളൊന്നും ആവില്ല. ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്ത ചില കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ, പലതും പല രീതിയിലായിരിക്കും. അതിന്റെ സത്യാവസ്ഥ അറിയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് കണ്ടു ബോധ്യപ്പെടണം. അപ്പൊ നേരിട്ട് പിന്നെ പോയി കാണാൻ പറ്റില്ലല്ലോ. ഇപ്പോ എവിടെ കൊല്ലത്തോ തിരുവനന്തപുരത്തോ അവിടെ ഏറ്റവും ഒരു പയ്യൻ ഒരു കുടുംബത്തിന് ഒന്നാകെ അടിച്ചു കൊന്നു ഇതാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ന്യൂസുകളിൽ ഇപ്പൊ എല്ലാരും മുഴുകി നിൽക്കുകയാണ്. എന്തായി നെഗറ്റീവ് ന്യൂസുകളോട് ഭയങ്കര താല്പര്യമാണ് ജനങ്ങൾക്ക്. അതെന്തായി എന്ന് അറിയാൻ വേണ്ടിട്ട്. പോസിറ്റീവ് ന്യൂസുകൾ ഒരാൾക്കും അറിയണ്ട, ബ്രഹ്മകുമാരീസിലുള്ളവർക്ക് പോലും അറിയണ്ട. എന്താണ് പോസിറ്റീവ്? നീ കണ്ട ഓരോ നെഗറ്റീവ്, ഇപ്പൊ നമുക്ക് ഇവിടെ പുറത്ത് കാണാൻ പറ്റുന്ന ഓരോ നെഗറ്റീവ് ന്യൂസുകളും അതിലൊക്കെ നന്മണ്ട്. എല്ലാവരുടെയും മംഗളത്തിന്റെ ഡ്രാമയാണ്, കൽപ്പത്തെ ഡ്രാമ. ഒരു കൊലപാതകമാണെങ്കിലും ശരി, എന്തെങ്കിലും ആണെങ്കിലും ശരി, പീഡനമാണെങ്കിലും ശരി, എന്ത് നെഗറ്റീവ് കർമ്മങ്ങളാണെങ്കിലും ശരി, അതിലൊക്കെ മംഗളുണ്ട്. സർവരുടെയും മംഗളത്തിൻ്റെതാണ് ഡ്രാമ രചിച്ചിട്ടുള്ളത് സർവരുടെയും മംഗളത്തിന് വേണ്ടിയിട്ട്. ഞാനൊരു നെഗറ്റീവ് കർമ്മം ചെയ്താലും ശരി, അതിലൊരു മംഗളുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ, ബാബയെ കിട്ടിയതിന് ശേഷം ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ സംഭവത്തിലേക്കൊക്കെ പോയിട്ടുണ്ട് ഞാൻ, ബാബയെ കിട്ടിയതിന് ശേഷം. പക്ഷെ അത് കൊന്ന പാപം തിന്നു തീരണം എന്നാ പറയാ. അത് തിന്നു തന്നെ തീർക്കണം. ആര് കൊന്നോ അവര് തന്നെ തിന്നു തീർക്കണം. അതാണ് കർമ്മം. ഇതിന്റെ ആധാരത്തിൽ എനിക്ക് എന്തെല്ലാം ദുഷ്കർമ്മങ്ങൾ ഉണ്ടാവുന്നോ? ഉണ്ട്. അതിന്റെ ഫുള്ള് ഞാൻ തന്നെ അനുഭവിച്ചാണ്, വേറെ ആരും അനുഭവിക്കില്ല. അത് ഞാൻ തന്നെ അനുഭവിച്ചാണ്. എന്നിട്ടും അതിന്റെ ആധാരത്തിൽ എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? അത് തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് ഈ ജന്മത്തിൽ വേണ്ട അടുത്ത ജന്മത്തിൽ കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് പോകാൻ വരും. പക്ഷെ ഡ്രാമ, സീനുകള്, അനുഭവം തന്നെയാണ്. അനുഭവമാണ് ഇവിടെ പ്രശ്നം.
അനുഭവം തരുമ്പോഴാണ് കണ്ണിന്ന് വെള്ളം വരിക. ഓ എന്റെ ബാബ, ഞാൻ ഈ കണ്ട പോലെ പാപങ്ങളൊക്കെ ചെയ്തിട്ടും ഞാൻ ചോദിച്ച ചോദ്യാട്ടാ, ഞാനാകെ വളരെ കുറച്ച് സമയമല്ല ബാബ യോഗം ചെയ്തുള്ളൂ, എന്തോ അനുഭവം, കണ്ണിന്ന് വെള്ളം വന്നിട്ടുണ്ട്. പാപം ചെയ്തിട്ടുണ്ട്, പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങൾ കിട്ടിയ അനുഭവം, കണ്ണിന്ന് വെള്ളം വന്നത്. സങ്കടത്തിന്റെ അല്ല, ആനന്ദത്തിന്റെ കണ്ണീര്. അപ്പൊ ബാബ, ഞാൻ ഇനി മുതൽ പാപങ്ങളൊന്നും ചെയ്യില്ല ബാബ എന്നൊക്കെ എഴുതി ഒപ്പിട്ട് കൊടുത്ത് പേപ്പറിലാക്കി അവിടെ അട്ടിക്കട്ടിക്കാതെ വെച്ചു. പക്ഷെ സാഹചര്യം വീണ്ടും പെയിന്റപ്പ് ചെയ്ത് വരുമ്പോ വീണ്ടും പാപം ചെയ്യും. ഭയങ്കര റിസ്ക്കുള്ള സംഭവമാണ് ഇപ്പോഴും.